CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും പോളിംഗ് തുടരുന്നു. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ്. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപും BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തി. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ദേശമംഗലം കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലുള്ള 25 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനവിധിയിൽ LDFന് അനുകൂലമായി പ്രതിഫലിക്കുമെന്ന് UR പ്രദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശമംഗലം തലശ്ശേരി ALP സ്കൂളിലെ 17 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ഏകദേശം 3/4 മണിക്കൂറോളം തകരാറിലായ യന്ത്രത്തിന്റെ തകരാർ പരിഹരിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. ചെറുതുരുത്തി ആറ്റൂർ മനപ്പടിയിൽ പോസ്റ്ററുകളും തോരണങ്ങളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി UDFന്റെയും LDFന്റെയും തോരണങ്ങളും പോസ്റ്ററുകളും മാറ്റാൻ ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തികൾ നിലച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ റീടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നു. ഡിസംബർ മുതൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാകുമെന്ന് പ്രതീക്ഷ. ദേശീയപാത 66 മണത്തല അയിനിപ്പുള്ളിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കോൺക്രീറ്റ് സ്ലാബിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ വടകര സ്വദേശി അദ്നാൻ, എറണാകുളം സ്വദേശി രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കേച്ചേരി ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന പഞ്ചായത്ത് അധികൃതരുടെ വാക്ക് പാഴായി. 2 ആഴ്ച പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാതെ ഭരണാധികാരികളുടെ ഒളിച്ചുകളി. കുന്നംകുളം ബൈജു റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകട ഭീഷണിയാകുന്നു. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ്. അധികൃതരെ വിവരം അറിയിച്ചിട്ടും പരിഹാരം കാണുന്നില്ലെന്ന് സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിഹാര കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബൂഡോ സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കൈവരിച്ച കേച്ചേരി അൽ ഇസ്ലാം ഇംഗ്ലീഷ് സ്കൂൾ. തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ നടന്നുവന്നിരുന്ന സംസ്ഥാനതല ബൂഡോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേച്ചേരി അൽ ഇസ്ലാം ഇംഗ്ലീഷ് സ്കൂൾ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി. ചാവക്കാട് നഗരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ പരിഹാരമാർഗങ്ങളിലേക്ക് നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ. അമിത വേഗവും ഗതാഗത പരിഷ്കാരവും നിയമങ്ങൾ അവഗണിക്കുന്നതുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത്. ആലാപാലം അണ്ടിക്കോട് കടവ് റോഡിന് ഇരുവശവും പാഴ്പുല്ലുകൾ വളർന്ന് കാടുപിടിച്ചത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഇഴജന്തുക്കൾക്ക് പുറമെ തെരുവുനായ്ക്കളുടെയും പന്നികളുടെയും വിഹാരകേന്ദ്രം കൂടിയായി പ്രദേശം. കരിക്കാട് പട്ടിമുറി ബാലനരസിംഹ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതി നൽകിവരുന്ന ബാലനരസിംഹമുദ്ര പുരസ്കാരം യുവ തിമില കലാകാരൻ കലാമണ്ഡലം വിനയന് സമർപ്പിച്ചു. കൊച്ചന്നൂർ കരിച്ചാൽ കടവ് ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്തെ കുളത്തിൽ പാഴ്വസ്തുക്കൾ തള്ളുന്നത് പതിവാകുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കരാത്തയിൽ വെങ്കല മെഡൽ നേടി ആഗ്നേസ് ലില്ലി മാത്യൂസിനെ CPIM ടൗൺ വെസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി KG സണ്ണിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മൊമന്റോയും നൽകി. കൃഷി ജീവിതചര്യയാക്കിയ ശ്രീജയുടെ കൃഷിയിടത്തിലിറക്കിയ കൂർക്ക, മധുരക്കിഴങ്ങ് എന്നിവയുടെ വിളവെടുപ്പ് നടന്നു. ശിശുദിനം വേറിട്ട രീതിയിൽ വർണ്ണാഭമാക്കാൻ ഒരുങ്ങുകയാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS പ്രവർത്തകർ. അംഗൻവാടിയിലെ കുരുന്നുകൾക്കായി ചാച്ചാജിയുടെ വസ്ത്രം സ്വയം തയ്ച്ചു നൽകിയാണ് NSS പ്രവർത്തകർ ശിശുദിനത്തിൽ വേറിട്ട മാതൃക തീർക്കുന്നത്. ബേക്കറി രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള KR ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ക്രിസ്മസ് നവവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മിക്സിംഗ് സെറമണി സംഘടിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലെ സുവർണ നേട്ടത്തിലൂടെ നാടിന് അഭിമാനമായ യദുകൃഷ്ണയ്ക്ക് ജന്മനാടിന്റെ ആവേശകരമായ വരവേൽപ്പ്. യദുകൃഷ്ണയ്ക്ക് അരിയന്നൂരിൽ ജനപ്രതിനിധികളുടെയും പൌരാവലിയുടെയും നേതൃത്വത്തിലാണ് ഹൃദ്യമായ സ്വീകരണം നൽകിയത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉടമ 2.5 വയസ്സുകാരി ഇഫ മറിയമിനെ STU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ലെഗ് സ്പ്ലിറ്റ് യോഗ പോസിൽ 28 മിനിറ്റും 47 സെക്കൻഡും ഇരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന ബഹുമതിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇഫ മറിയം ഇടം നേടിയത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലീഗൽ സ്റ്റഡീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ നിയമ സേവന ദിനം ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.